വണക്കം. വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം നഗരത്തിൽ വന്നു കഴിഞ്ഞു. ഒരുപാട് നാളുകളായി ലോകരാജ്യങ്ങളിൽ പലതും അവർക്ക് വലിയ തിരിച്ചടിയും ഇന്ത്യക്ക് അഭൂതപൂർവമായ വളർച്ചയും ഉണ്ടാകും എന്ന് കരുതി വിഴിഞ്ഞം തുറമുഖം വരാതിരിക്കാനുള്ള പല ഉള്ളുകളികളും അങ്ങടി ഇങ്ങടിയായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അതിന് വളം വെച്ച് കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. എന്തായാലും 2014 കോൺഗ്രസിന് പടിയടച്ച് പിണ്ടം വച്ചതോടുകൂടി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കോൺഗ്രസ് പോയി കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ വിഴിഞ്ഞം തുറമുഖം ആടിച്ചോദിക്കി ചാക്കി കെട്ടിക്കൊടുത്തു. ഇവിടെ നിന്നും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിനെ ബാഴ്സലോണയാക്കും എന്ന് പറഞ്ഞു പോയ ഒരു MP ഉണ്ടായിരുന്നു. ആ MP ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് അദാനിയോട് ഞാൻ അദാനി വിഴിഞ്ഞം വരുന്നില്ലേ എന്ന് പറഞ്ഞതിന്റെ മേലാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നു എന്നുള്ളതാണ്. പക്ഷേ സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്സ്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം വന്നാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഏറ്റവും അധികം മാറ്റങ്ങൾ വരാൻ പോകുന്നത് നമ്മുടെ ശശി തരൂർ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിനെ നമുക്ക് വേണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ബാഴ്സലോണ പോലെ വികസിപ്പിക്കാം എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ പോർട്ടിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. മദർ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. പോരാത്തതിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിയസ്റ്റ് പോർട്ടാവാനുള്ള കപ്പാസിറ്റി വിഴിഞ്ഞം പോർട്ടിനുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് ആവാൻ വിഴിഞ്ഞം പോർട്ടിന് കഴിയും എന്നുള്ളതാണ്. ഇനി ഈ 3 ടേം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 3 ടേം എന്താണ് എന്ന് നിങ്ങൾക്ക് ചെറിയൊരു സംശയം കാണും. ആ സംശയവും തീർത്തു തരാം. എന്താണ് ഒരു മദർ പോർട്ട്? ഇന്ത്യയിൽ വേറെ മദർ പോർട്ടുകളില്ലേ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഈ മദർ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മദർ ഷിപ്പുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന പോർട്ടാണ്. അത്തരത്തിലൊരു മദർ ഷിപ്പാണ് വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ ദിവസം വന്നു നിന്നത്. എന്താണ് ഈ മദർ പോർട്ടും മദർ ഷിപ്പും? ഈ മദർ പോർട്ടിൽ വലിയ വലിയ കണ്ടെയ്നറുകൾ നമുക്ക് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. ലാർജ് കണ്ടെയ്നർ ഫ്ലീറ്റ്സ് മദർ പോർട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ഇറക്കാൻ പറ്റും. അത് ലോങ്ങർ ഡിസ്റ്റൻസുകളിൽ നിന്നുകൊണ്ട്. അതായത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും ലോകത്തിൽ എവിടെ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് ചരക്ക് വന്നാലും വിഴിഞ്ഞം തുറമുഖത്ത് കൊണ്ട് നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം നമുക്കില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലേക്ക് വരേണ്ട ചരക്ക് മദർ പോർട്ടുള്ള വേറെ രാജ്യത്ത് പോയി ഇറങ്ങും. എന്നിട്ട് ആ രാജ്യത്തിന് നമ്മൾ നികുതി കൊടുത്ത് അവിടെ നിന്ന് എയർ മാർഗമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗമോ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇനി അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വിഴിഞ്ഞം തുറമുഖം വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു മദർ പോർട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അവിടെയാണ് മദർ ഷിപ്പുകൾ വരുന്നത്. 2000 ഭീമൻ പടുകൂറ്റൻ കണ്ടെയ്നറുകളും കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു മദർ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ വന്നിറങ്ങിയത്. ഈ കണ്ടെയ്നറുകൾ വന്നിറങ്ങാനുള്ള കപ്പാസിറ്റി വിഴിഞ്ഞം പോർട്ടിനുണ്ട്. അതുകൊണ്ടാണ് മദർ പോർട്ടായിട്ട് മാറിയിരിക്കുന്നത്. ഇനി വലിയ രീതിയിലുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം പോർട്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന് നമുക്ക് നോക്കാം. ഈ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്ക് കൂടെയാണ്. ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് ലൊക്കേഷനിൽ ഒരു കാർഗോ അൺലോഡും ലോഡും ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു പോർട്ടിനെയാണ് ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി കൂടെ കണക്കാക്കുക എന്ന് മനസ്സിലാക്കണം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ വലിയ 2 മദർ പോർട്ടുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്ക് നീക്കം നടത്തുന്നു എന്ന് വിചാരിക്കുക. ചരക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് അവർക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സ്റ്റോപ്പായിട്ട് വിഴിഞ്ഞം തുറമുഖത്തെ നമുക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസ്സിൽ നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് തിരുവല്ലം വരെ പോവുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ, അതായത് വിഴിഞ്ഞം പോർട്ട്, ആ സ്റ്റോപ്പായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബണിൽ നിന്ന് ഫെലിക്സ്റ്റോവിലേക്ക് ഒരു ചരക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ഈ 2 പോർട്ടിൽ നിന്നും പോകുന്ന ചരക്ക് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും, അതായത് ഈ 2 പോർട്ടിൽ നിന്നും ചരക്ക് പോകുമ്പോൾ സിംഗപ്പൂർ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ പോർട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ലോഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഈ സിംഗപ്പൂർ കൊണ്ടുവന്ന് ലോഡ് ചെയ്യാം. പണം സിംഗപ്പൂരിനാണ് എന്നുള്ളതാണ്. കാരണം അവിടേക്കാണ് ചരക്ക് വരുന്നത് എന്നുള്ളത്. ഇന്ത്യയുടെ ചരക്ക് അവിടെ വന്ന ശേഷം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിംഗപ്പൂർ വലിയ രീതിയിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും എന്നുള്ളത് കാര്യം. അപ്പോൾ അതുപോലൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായി കൂടെ നമ്മൾ വിഴിഞ്ഞം പോർട്ട് മാറും എന്നുള്ളത് അടുത്തൊരു പോയിന്റാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് പോർട്ടായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് മാറും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു വലിയ വ്യാപ്തി എത്രത്തോളമാണെന്ന്. ഈ വിഴിഞ്ഞം പോർട്ട് ഏറ്റവും അധികം പണി കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിനാണ്. ഈ ശ്രീലങ്കയിലെ കൊളംബോ പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ബിസിയസ്റ്റ് പോർട്ടാണ്. നമുക്കറിയാം ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ്. പക്ഷേ ഈ ശ്രീലങ്കയിലെ പോർട്ടിനെക്കാട്ടിലും എക്സംപ്ലറിക് ആയിട്ടുള്ള
കഴിവും ശേഷിയും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രത്യേകത. കൊളംബോ പോർട്ടിന് എക്സ്പീരിയൻസ് ഉണ്ട്, കണക്ടിവിറ്റി ഉണ്ട്, വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതിനെക്കാട്ടിലും വലിയ രീതിയിലുള്ള നാച്ചുറൽ റിസോഴ്സ് ആണ് വിഴിഞ്ഞം പോർട്ടിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൊളംബോ പോർട്ടിൽ ഡ്രഡ്ജ് ചെയ്യണമെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൽ, അതായത് ഒരു ചരക്ക് കപ്പൽ അതിൻ്റെ കരയോടടുക്കാൻ, ഉദാഹരണത്തിന് സ്റ്റോപ്പിലോട്ട് അടുക്കാൻ, അങ്ങനെ പറയാം, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഒരു സ്റ്റോപ്പിലോട്ട് അടുക്കാനായിട്ട് ഡ്രഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പോർട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കാലെടുത്ത് വയ്ക്കുന്ന അവിടെ തന്നെ അഗാധമായിട്ട് താഴേക്ക് നമ്മൾ ഡ്രഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറലി ആ ഗർത്തം അവിടെയുണ്ട്. അതായത് നല്ല ആഴം, തുടങ്ങുന്നിടത്ത് തന്നെ നല്ല ആഴമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, ഈ തുടങ്ങുന്നിടത്ത് തന്നെ നല്ല ആഴമായതുകൊണ്ടാണ് നാച്ചുറലി നല്ല ഗ്രേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വിഴിഞ്ഞം പോർട്ടിന് ദൈവം സഹായിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇനി സിംഗപ്പൂർ പോർട്ട് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോർട്ട് ഇൻ ദ വേൾഡ് ആണ്. സിംഗപ്പൂർ പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ്. ആ സിംഗപ്പൂർ പോർട്ടിനാണ് വലിയ രീതിയിൽ അടി കിട്ടാനായിട്ട് പോകുന്നത്. സിംഗപ്പൂർ പോർട്ടിലേക്കാണ് നമ്മുടെ പല ചരക്കുകളും അവിടെ നിങ്ങോട്ട് വരുന്നത്. ഇനി ആ ടാക്സ് ബെനിഫിറ്റ്സ് സിംഗപ്പൂർ പോർട്ടിന് എടുക്കാനായിട്ട് സാധിക്കില്ല. അഡ്വാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് സിംഗപ്പൂർ പോർട്ടിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതിനെക്കാട്ടിലും ഗംഭീരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് വിഴിഞ്ഞം പോർട്ടിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സൈനികപരമായിട്ടും വിഴിഞ്ഞം പോർട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും വിഴിഞ്ഞം പോർട്ട് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട പോർട്ട്, ഹമ്പൻതോട്ട തുറമുഖം ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ്. ഇനി ചൈന ഒരു കപ്പൽ അവിടെ നിന്ന് ഇറക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. കാരണം ഹമ്പൻതോട്ട പോർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിഴിഞ്ഞം പോർട്ടുണ്ട്. അതിന്റെ സൈഡിൽ ലക്ഷദ്വീപിന്റെ നേവൽ തുറമുഖമുണ്ട്. അതിന്റെ ഇപ്പുറത്ത് ആൻഡമാൻ നിക്കോബാറിന്റെ ദ ഗ്രേറ്റ് നിക്കോബാർ പോർട്ടും നമ്മൾ വലിയ നേവൽ ബേസ് ആയിട്ട് പണിയുന്നുണ്ട്. പിന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫെസിലിറ്റി അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് പോർട്ടായിട്ട് വിഴിഞ്ഞം പോർട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലൊക്കെ പാലം പണിയുമ്പോഴും അല്ലെങ്കിൽ റോഡ് പണിയുമ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ റോഡിൽ കാറ് മാത്രമല്ല, ബസ് മാത്രമല്ല, ട്രക്ക് മാത്രമല്ല ഓട്ടിക്കാൻ പറ്റുന്നത്, മറിച്ച് അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഫൈറ്റർ ജെറ്റ് വരെ കൊണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയുള്ള നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ പണിയുന്ന റോഡുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വിഴിഞ്ഞം തുറമുഖം നമുക്ക് അത്യാവശ്യം സൈനിക നടപടിയൊക്കെ കൃത്യമായിട്ട് നീക്കാൻ പറ്റുന്ന ഒരു പോർട്ടാണ് എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നുമില്ല. ഇനി വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ കപ്പാസിറ്റിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് പോർട്ടായിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പോരാത്തതിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പോർട്ടായിട്ട് അതിനെ വികസിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും വിഴിഞ്ഞം പോർട്ടിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വിഴിഞ്ഞം പോർട്ട് എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ രീതിയിൽ നാട്ടുകാരും ലോകരാജ്യങ്ങളും ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും എല്ലാം ഉറ്റുനോക്കുന്നതെന്നും. ഇനി ആ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് നാട്ടുവിശേഷം പറയാം. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് വന്നാൽ എന്തൊക്കെ വികസനങ്ങളാണ് ഗംഭീരമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാർ ഇതൊന്നും ചെയ്യില്ലെന്ന് നമുക്കിത് അറിയാം കൃത്യമായിട്ട്. പക്ഷേ ഈ പോർട്ട് രാജ്യത്തിൻ്റെ അഭിമാനമാകാൻ പോകുന്ന പോർട്ടാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇവിടുത്തെ വികസനത്തിൽ അടിപൊളിയായിട്ടുള്ള നീക്കം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. ഈ ഒരു കൊല്ലം മുമ്പ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗത്ത് ഈ പോർട്ട് വരാതിരിക്കാനായിട്ട് വലിയ രീതിയിൽ ജോർജ് സോറോസും പിന്നെ ചില ക്ഷുദ്രശക്തികളും ലോകരാജ്യങ്ങൾക്കിടയിലുള്ളവന്മാരും വലിയ രീതിയിൽ അവിടെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ആ സമരങ്ങൾ വന്ന ഉടനെ തന്നെ അമിത്ഷാ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കോൾ ചെയ്തു. പിണറായി വിജയൻ ചെയ്ത കോളിൽ അമിത്ഷാ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് 3 ദിവസം നമ്മൾ സമയം തരും, 2 ദിവസം നിങ്ങളെടുത്തോ, പക്ഷേ 3-ാമത്തെ ദിവസം CRPF ഇറങ്ങും. അതായത് നമ്മുടെ പിള്ളേർ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അടി കൊണ്ട് പദം വരും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതിൽ യാതൊരുവിധ തർക്കമില്ല എന്ന് പറഞ്ഞു. 2-ാമത്തെ ദിവസം സമരം ഒതുങ്ങി എന്നുള്ളതാണ്. അത് നമ്മുടെ സർക്കാർ ഒതുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യങ്ങൾ കേന്ദ്രം മുൻകൈ എടുത്ത് നടത്തും. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയൊക്കെ കേന്ദ്രമന്ത്രിയായ സാഹചര്യത്തിൽ വരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. തൊഴിലവസരങ്ങളിൽ വൻ കുതിപ്പുണ്ടാകും. റോഡുകളിലും ഗതാഗത മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പലതും ഉണ്ടാകും. റിംഗ് റോഡ്, മെട്രോ റെയിൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ തിരുവനന്തപുരത്ത് വരും. അതായത് തിരുവനന്തപുരം നിവാസികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണിത്. നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മളോട് പല കാര്യങ്ങളും പറയും, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വിഴിഞ്ഞം എന്ന് പറയുന്നത് ചെറിയൊരു പോർട്ടാണ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എക്സാക്ട്ലി സിംഗപ്പൂരല്ല, ബാഴ്സലോണയല്ല, ന്യൂയോർക്ക് സിറ്റി പോലെ വികസിപ്പിക്കാനുള്ള അത്രയധികം വലിയൊരു നിധിയാണ് വിഴിഞ്ഞം പോർട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പല വ്യവസായ പ്രമുഖരും നമ്മുടെ
തിരുവനന്തപുരത്ത് വന്ന് ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് മാളുകൾ പണിതത്, വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തത്. എന്തിനു പറയുന്നു? നമ്മുടെ അദാനിയാണ് വിഴിഞ്ഞം പോർട്ട് നടത്തുന്നത്. അത് അദാനി പോർട്ടാണ്. അദാനി നടത്തുന്ന ഈ പോർട്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി അതിഭീകരമായിട്ടുള്ള വികസനമാണ് റോഡിന്റെ കാര്യത്തിൽ പോലും തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം നഗരത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ വളരെ സുഗമമായി, ഞാൻ പറയുന്നത് മുന്നത്തെക്കാളും മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയും തൊലിയും അറിഞ്ഞുകൂടാത്തൊരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ട് സംവിധാനം ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ കണക്ടിവിറ്റി കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖം വന്നതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. ഇനി ജനസംഖ്യയും നഗരവൽക്കരണവും വേഗത്തിൽ ഉയരും. മറ്റ് പ്രദേശങ്ങളുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടും എന്നുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പോർട്ട് കൂടെ വരാൻ പോകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ കുളത്തൂരോ മറ്റുമാണ് ഒരു പോർട്ട് വരുന്നത്. അതിൻ്റെ പണിയും ഭയങ്കരമായിട്ട്, അത് പണിയാനായിട്ട് ഭയങ്കരമായിട്ട് അവിടെയുള്ള സർക്കാരും കേന്ദ്ര സർക്കാരും മുൻകൈ എടുക്കുന്നു എന്ന് കേൾക്കുന്നു. ആ പോർട്ട് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം ഡൗൺ ആയി പോകുമോ എന്നുള്ളൊരു ആശങ്ക പല ആൾക്കാർക്കുമുണ്ട്. പക്ഷേ ആ പോർട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈനിക നീക്കത്തിന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പണ്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഈ പോർട്ട് നമുക്ക് വ്യാപാര ബന്ധങ്ങൾക്കും ആ പോർട്ട് സൈനിക നടപടിക്കും ഉപയോഗിക്കാം എന്നുള്ള പ്രസ്താവനയാണ് പണ്ട് അവരിറക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ നമ്മുടെ രാജ്യം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു രാജ്യത്തിൻ്റെ ലെവലിലേക്ക് വരികയാണ്. കാരണം നമുക്കൊരു മദർഷിപ്പ് പോർട്ട് ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യാപ്തി വ്യക്തമാകും, നമ്മുടെ രാജ്യം എത്രത്തോളം പിന്നിലായിരുന്നു എന്ന്. ആ മദർ പോർട്ട് ഉണ്ടായത് 2014 ശേഷമാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട വസ്തുത എന്ന് പറയുന്നത്. ഇനിയും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ഈ പോർട്ടിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്, അല്ലെങ്കിൽ അനുവദിക്കാൻ പാടുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം ഈ പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിധിയാണ്. കുറച്ച് നാൾ മുമ്പേ സുരേഷ് ഗോപിയും നമ്മുടെ KJ യേശുദാസ് അടക്കമുള്ളവരും വലിയ രീതിയിൽ ഈ പോർട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മനോരമയിലെ നേരെ ചൊവ്വയിൽ എന്തോ ആണെന്ന് തോന്നുന്നു KJ യേശുദാസ് ഇത് പറഞ്ഞത്. അതായത് നമുക്കൊരു വലിയ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നമ്മുടെ വിഴിഞ്ഞത്താണ് എന്ന് KJ യേശുദാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2028 വിഴിഞ്ഞം പോർട്ട് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള പ്രവർത്തനം തുടങ്ങും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ, വലിയ രീതിയിലുള്ള പണം നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.